ശ്രീ ശിവൻകുട്ടി, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഫലപ്രഖ്യാപനം, ഇതിനെയൊക്കെ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷം അതേക്കുറിച്ച് വലിയ ആശങ്ക പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോളിൽ പോലും വലിയ കൃത്രിമത്വം നടന്നിരിക്കുന്നു, വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുകൊണ്ട് പ്രതിപക്ഷ സഖ്യം പറഞ്ഞത് ഈ വോട്ടെണ്ണലിൽ കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാണ്. ഇന്നലെ അവർ യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞത് 295 സീറ്റ് വളരെ കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. അതുകൊണ്ട് പോളിംഗ് ഏജന്റുമാരായി പോകുന്ന ഓരോരുത്തരും വലിയ ജാഗ്രത പാലിക്കണം എന്ന് പ്രതിപക്ഷം അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഒരു തരത്തിലും ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ആശങ്ക ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിലൊരു അടിസ്ഥാനമില്ലേ? നീലിമ, എനിക്കൊരു ചെറിയ കാര്യം ഉള്ളത്, ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും എന്ന് ബലസൂചനകൾ എക്സിറ്റ് പോളിൽ പറയുന്നതാണോ ഈ ആശങ്കയ്ക്ക് ഇടയാക്കി എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ ആര് ജയിക്കും എന്നാണ് പറയേണ്ടത്? അതുകൂടി നീലിമ പറയണം. കാരണം നീലിമ പറയുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ NDA ഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഒരു സൂചനയാണ്. ഇത് എക്സിറ്റ് പോൾ ഫലമല്ല. ഞാൻ അത് ആദ്യമായി പറയാം. എക്സിറ്റ് പോൾ ഫലമല്ല. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് സൂചനയാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, എല്ലാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ഇതുപോലെയുള്ള എക്സിറ്റ് പോളുകൾ വരാറുണ്ട്. ആ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ CPM ജയിക്കും എന്ന് പറയുമ്പോൾ മാത്രമാണോ ഇത് കൃത്യമാവുന്നത് ഇന്ത്യൻ ജനാധിപത്യം? മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ? മുസ്ലിം ലീഗ് വിജയിക്കുന്നു എന്ന് പറയുമ്പം ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ? കോൺഗ്രസ് ജയിക്കും എന്ന് പറയുമ്പം ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 1984 കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയില്ലേ? മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? ഇത് തെരഞ്ഞെടുപ്പല്ലേ നീലിമ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എക്സിറ്റ് പോളുകൾ വരും. വിശ്വസിക്കണമോ വിശ്വസിക്കണ്ടയോ എന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നിലപാടുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ വരുന്നു. എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ആ ഫലസൂചനകൾ സൂചിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ശ്രീ ശിവൻകുട്ടി, ഇത് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ആര് ജയിക്കും തോൽക്കും എന്നുള്ളതല്ല. ഒരു അജണ്ട വളരെ കൃത്യമായി സെറ്റ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കൺസിസ്റ്റൻസി ഇക്കാര്യത്തിൽ ഉണ്ടാകുകയാണ്. എല്ലാ ഏജൻസികളും ഒരു പൊതു സ്വഭാവത്തോടുകൂടി ഈ പ്രവചനം നടത്തുകയാണ്. നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തും മാധ്യമ പ്രവർത്തന രംഗത്തുമൊക്കെ വളരെ നാളുകളായി നിലനിൽക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഒരു തരത്തിലും ഒരു വ്യത്യാസം പോലുമില്ലാതെയുള്ള ഈ ഡാറ്റ ഇതെങ്ങനെ വരുന്നു? ഇത് ഈ ഏജൻസികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ആശങ്ക പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ തരിമ്പെങ്കിലും ഒരു ആശങ്ക ഉണ്ടാകേണ്ടതല്ലേ? ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നീലിമ, ഞാനൊരു പറഞ്ഞട്ടെ, ഈ പറയുന്ന ഏജൻസികളൊക്കെ ഞാനാണോ മറുപടി പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചന വരുമ്പോൾ BJP എന്തിനു മറുപടി പറയണം? ഞാൻ ചോദിച്ചോട്ടെ, CPM കേരളത്തിൽ വിജയിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന നിലപാടെന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത നിലപാടെന്താണ്? നിങ്ങളെടുത്ത നിലപാടുകൾ നിങ്ങൾ പറയൂ. നിങ്ങളുടെ ചാനലിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ വാർത്തകളൊക്കെ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ LDF ജയിക്കില്ല, UDF ആണല്ലോ മുൻതൂക്കം വരുമെന്നാണല്ലോ എക്സിറ്റ് പോളുകൾ ഫലം പറയുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസിനാണല്ലോ വരുന്നത്, UDFനാണല്ലോ വരുന്നത്. അപ്പോൾ അത് ശരിയാണോ? അത് ശരിയാണോ നീലിമ? നീലിമ പറയുമ്പോൾ ഞാൻ നീലിമയോട് ചോദിക്കുന്നത് എൻ്റെ വിനയപൂർവ്വമുള്ള ആങ്കർ എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ ചോദിക്കുന്നത്, വിനയപൂർവ്വം ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ UDF മുൻതൂക്കം വരും എന്ന് പറയുമ്പോൾ അത് ശരിയാണോ? അത് ശരിയാണോ നീലിമ? നീലിമ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ നീലിമ, നീലിമയുടെ ചോദ്യം ഞാൻ അവസാനിപ്പിച്ചോട്ടെ നീലിമ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഓരോ ഏജൻസികൾക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിൻ്റെ വിശദീകരണം പറയേണ്ടത് അവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എക്സിറ്റ് പോളുകളെ ഒരു കാലത്തും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എക്സിറ്റ് പോളുകളുടെ സൂചനകൾ വരാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയോ കാലം കോൺഗ്രസ് വലിയ വിജയം കൊയ്യുമ്പോഴും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വലിയ വിജയം കൊയ്യുമ്പോഴും
ഞങ്ങളൊക്കെ പരാജിതരായി എത്രയോ കാലം വെളിയിലിരുന്നു എൻ്റെ സാർ. അന്നൊന്നും ഞങ്ങൾക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനെയൊക്കെ ബഹുമാനപൂർവ്വം തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഞങ്ങൾ റിസൾട്ടുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ. അന്നും ഞങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ. അതൊക്കെ ഞങ്ങൾ വളരെ ശക്തിയായി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ രാജ്യത്ത് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ശ്രീ ശിവൻകുട്ടി, ഇതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരം വരേണ്ടേ? അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉള്ളതെന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായകമായിട്ടുണ്ട്. അല്ലെന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈ എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളല്ല. എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസികളാണ്. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട സമയത്തൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ LDFന് ഭൂരിപക്ഷം കിട്ടും എന്നവർ പറഞ്ഞു. LDFന് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, UDFന് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. DMKക്ക് ബഹുഭൂരിപക്ഷം സീറ്റ് DMKക്ക് കിട്ടി. നീലിമ പറയുമോ അവിടുത്തെ റിപ്പോർട്ട് തെറ്റാണെന്ന്? നീലിമ പറയൂ. DMKക്ക് തമിഴ്നാട്ടിൽ DMK ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ നിങ്ങളുടെ CPM അടക്കമുള്ള മുന്നണി അവിടെ മുൻതൂക്കം വരുന്നു. തെറ്റാണോ? തെറ്റാണെങ്കിൽ പറയൂ. അത് മധ്യപ്രദേശിലായാൽ തെറ്റ്. നീലിമ പറയുന്നത് മധ്യപ്രദേശിലായാൽ ഒരു മോഡിഫിക്കേഷൻ വരുന്നു എന്ന് രാജ്യത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നതിനെയാണ് ഞാൻ തിരിച്ച് അങ്ങയോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം,